നമസ്കാരം. നൈസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോട്ടോൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഓക്സിജൻ സിലിണ്ടറിലെ പ്രഷർ മീറ്റർ പൊട്ടിത്തെറിച്ച് നഴ്സിന് പരിക്കേറ്റു. PMY പദ്ധതി പ്രകാരം കുന്നംകുളം നഗരസഭയിൽ ഈ വർഷം 258 വീടുകൾ നിർമ്മിക്കും. മഴക്കാല രോഗങ്ങളെ തുരത്താൻ ഒരുങ്ങി കാട്ടകമ്പൽ പഞ്ചായത്ത്. പെരുമ്പിലാവിൽ റോഡരികിൽ മാംസാവശിഷ്ടം തള്ളിയ നിലയിൽ. കുന്നംകുളം നഗരസഭയുടെ നവീകരിച്ച സെക്ഷൻ ഓഫീസ് തുറന്നു. കുന്നംകുളം പട്ടാമ്പി റോഡിൽ ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈനിൽ എടുത്ത കുഴിയിൽ സ്വകാര്യ ബസ് താഴ്ന്നു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നിന്നും സ്ഥലം മാറി പോകുന്ന വൈദികർക്ക് നാളെ ഇടവകയുടെ യാത്രയയപ്പ്. ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി കുന്നംകുളം നഗരസഭയിൽ പ്രത്യേക യോഗം. വാർത്തകൾ വിശദമായി. കോട്ടോൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഓക്സിജൻ സിലിണ്ടറിലെ പ്രഷർ മീറ്റർ പൊട്ടിത്തെറിച്ച് നഴ്സിന് പരിക്കേറ്റു. കോട്ടോൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഓക്സിജൻ സിലിണ്ടറിന്റെ പ്രഷർ മീറ്റർ പൊട്ടിത്തെറിച്ച് നഴ്സിന് പരിക്കേറ്റു. ഇന്ന് രാവിലെയാണ് സംഭവം. ഒരു രോഗിക്ക് പുതിയ ഓക്സിജൻ സിലിണ്ടർ വെച്ചു കൊടുക്കുന്നതിനിടെയാണ് അപകടം നടന്നത്. പ്രഷർ മീറ്റർ ശക്തിയായി പൊട്ടിത്തെറിച്ച് നഴ്സിനെ അപകടത്തിൽ മൂക്കിന് പരിക്കേറ്റു. പരിക്കേറ്റ നഴ്സിനെ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രമ്യ എന്ന നഴ്സിനാണ് അപകടം പറ്റിയത്. ഓക്സിജൻ സിലിണ്ടർ പൂർണ്ണമായും പൊട്ടാത്തത് വലിയ അപകടത്തിൽ നിന്നും രക്ഷ നേടാൻ ഇടയാക്കി. PMY പദ്ധതി പ്രകാരം കുന്നംകുളം നഗരസഭയിൽ ഈ വർഷം 258 വീടുകൾ നിർമ്മിക്കും. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം 2017-18 സാമ്പത്തിക വർഷം കുന്നംകുളം നഗരസഭ 258 പേർക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അറിയിച്ചു. രേഖകൾ ശരിയായ 60 വീടുകൾക്കുള്ള ഒന്നാം ഘട്ട ധനസഹായമായ 30,000 രൂപ അടുത്തയാഴ്ച PK ബിജു MP വിതരണം ചെയ്യും. 3 ലക്ഷം രൂപയാണ് ഗുണഭോക്താവിന് അനുവദിക്കുക. 4 ഗഡുക്കളായിട്ടാണ് ധനസഹായം വിതരണം ചെയ്യുന്നത്. ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതി പ്രകാരം നഗരസഭാ പ്രദേശത്ത് താമസിക്കുന്ന ആവശ്യക്കാരായ ഗുണഭോക്താക്കൾക്ക് ബയോബിൻ വിതരണം ചെയ്യും. 1,800 രൂപ ചെലവുള്ള ബയോബിന് ഗുണഭോക്താവ് 500 രൂപ മാത്രമാണ് നൽകേണ്ടത്. ബാക്കി തുക നഗരസഭ നൽകും. ഇതോടൊപ്പം ചകിരിപ്പൊടിയും വിതരണം ചെയ്യും. ഇതിൽ നിന്നുണ്ടാകുന്ന വെള്ളം കുടുംബശ്രീക്കാർ വാങ്ങും. ജൂലൈയിൽ പദ്ധതി നടപ്പിലാക്കും. മഴക്കാല രോഗങ്ങളെ തുരത്താൻ ഒരുങ്ങി കാട്ടകമ്പൽ പഞ്ചായത്ത്. ഓരോ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി രോഗങ്ങളെ തുരത്തി ഓടിക്കാൻ കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് ഒരുങ്ങുന്നു. 3 ദിവസങ്ങളിലായി നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങളോടെ മാലിന്യം നീക്കാനും കൊതുകുകളെ നശിപ്പിക്കാനും വെള്ളക്കെട്ട് ഒഴിവാക്കാനും നടപടിയെടുക്കും. പഞ്ചായത്തിൽ ഇന്ന് നടന്ന സംയുക്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ചൊവ്വാഴ്ച വാർഡുകളിൽ സാനിറ്റേഷൻ കമ്മിറ്റി യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ രൂപീകരിക്കും. അയൽക്കൂട്ടങ്ങൾ, കുടുംബശ്രീ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ വാർഡുകൾ ശുചീകരിക്കും. വ്യാപാര സ്ഥാപനങ്ങളിലെ മാലിന്യം ഉടമസ്ഥൻ തന്നെ സംസ്കരിക്കും. ഇറച്ചിക്കടകളിൽ ആരോഗ്യ പ്രവർത്തകർ പരിശോധന നടത്തും. സ്കൂളുകളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ശുചീകരണത്തിന് നേതൃത്വം നൽകും. ബുധൻ, വ്യാഴം ദിവസങ്ങളിലായി വാർഡുകൾ മുഴുവൻ വൃത്തിയാക്കാനും യോഗം തീരുമാനിച്ചു. ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണം നടത്താനും ഫോഗിംഗ്, ക്ലറിനേഷൻ എന്നിവ നടത്താനും തീരുമാനമെടുത്തു. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ PJ അർജുനൻ, പഞ്ചായത്ത് അംഗങ്ങളായ MS മണികണ്ഠൻ, TS മണികണ്ഠൻ, പഞ്ചായത്ത് സെക്രട്ടറി PV സാബു, കുടുംബശ്രീ പ്രവർത്തകർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, വ്യാപാരികൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവരും പങ്കെടുത്തു. പെരുമ്പിലാവിൽ റോഡരികിൽ മാംസാവശിഷ്ടം തള്ളിയ നിലയിൽ. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ അജ്ഞാത സംഘം പെരുമ്പിലാവ് പുത്തംകുളം റോഡരികിൽ മാംസാവശിഷ്ടം തള്ളി. നാടുനീളെ പനി പ്രതിരോധ പ്രവർത്തനം നടക്കുമ്പോൾ പൊതുനിരത്തിൽ മാംസാവശിഷ്ടം തള്ളുന്നത് ജനങ്ങളെ ആശങ്കയിലാക്കി. മാംസാവശിഷ്ടം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പൊതുനിരത്തുകളിൽ തള്ളുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നോങ്ങല്ലൂർ ക്ഷേത്രം പാതയിലും ലോഡ് കണക്കിന് കോഴി മാലിന്യം തള്ളിയിരുന്നു. പൊതുനിരത്തുകളിൽ തള്ളുന്ന മാലിന്യങ്ങൾ സമീപപ്രദേശങ്ങളിലെ അനധികൃതമായ അറവുശാലകളിൽ നിന്നുള്ളതാവാമെന്ന് നാട്ടുകാർ പറഞ്ഞു. കുന്നംകുളം നഗരസഭയുടെ നവീകരിച്ച സെക്ഷൻ ഓഫീസ് തുറന്നു. കുന്നംകുളം നഗരസഭയിൽ നവീകരിച്ച ജനറൽ സെക്ഷൻ ഓഫീസ് ഇന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ തുറന്നുകൊടുത്തു. 10 ലക്ഷം രൂപ ചെലവഴിച്ച് പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിച്ചാണ് പുതിയ ജനറൽ സെക്ഷൻ ഓഫീസ് നവീകരിച്ചത്. ചടങ്ങിൽ മുനിസിപ്പൽ എഞ്ചിനീയർ ബിനോയ് ബോസ്, വൈസ് ചെയർമാൻ PM സുരേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ലോകബാങ്ക് സഹായത്തോടെ 40 ലക്ഷം രൂപ ചെലവഴിച്ച് നഗരസഭ ഓഫീസ് കെട്ടിടത്തിന്റെ 3ാം നിലയിൽ
നിർമ്മിച്ചിട്ടുള്ള ശീതീകരിച്ച ആധുനിക കൗൺസിൽ ഹാൾ നാളെ മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വൈസ് ചെയർമാൻ PM സുരേഷ് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 2000-ൽ കുന്നംകുളം നഗരസഭയോട് പഞ്ചായത്ത് പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിന് മുമ്പ് രൂപകൽപ്പന ചെയ്ത കൗൺസിൽ ഹാളാണ് ഇപ്പോൾ നഗരസഭയിലുള്ളത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പാട് ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പാട് ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാൻ അമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പാട് ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM & Sons, ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ്, കുന്നംകുളം. ഫോൺ 9446 145776, 9446 145778. വാർത്തകൾ തുടരുന്നു. കുന്നംകുളം പട്ടാമ്പി റോഡിൽ ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈനിൽ എടുത്ത കുഴിയിൽ സ്വകാര്യ ബസ് താഴ്ന്നു. കുന്നംകുളം പട്ടാമ്പി റോഡിൽ ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈനിനായി എടുത്ത കുഴിയിൽ സ്വകാര്യ ബസ് താഴ്ന്നു. പട്ടാമ്പി റോഡിലുള്ള താഴത്തെ പെട്രോൾ പമ്പിന് സമീപത്തുള്ള പറമ്പിൽ ബസ് പാർക്ക് ചെയ്യാനായി തിരിച്ചപ്പോഴാണ് കുഴിയിൽ താഴ്ന്നത്. റോഡിന്റെ വശത്തായി ജല അതോറിറ്റി പൈപ്പ് സ്ഥാപിക്കുന്നതിനായി കുഴി എടുത്തിരുന്നു. പണി പൂർത്തീകരിച്ചെങ്കിലും PWD റോഡ് നിർമ്മാണം നടത്താൻ വൈകുന്നതായി ആക്ഷേപമുള്ള സ്ഥലത്താണ് അപകടം. അപകടത്തെ തുടർന്ന് ഇതിലൂടെയുള്ള ഗതാഗതം സ്തംഭിച്ചു. കുന്നംകുളം സ്വദേശിയുടെ കൃഷ്ണകൃപ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. റൂട്ട് പെർമിറ്റ് ഇല്ലാത്ത ഈ ബസ് താൽക്കാലികമായി സ്കൂൾ ട്രിപ്പായി ഓടുകയാണ്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നിന്നും
സ്ഥലം മാറി പോകുന്ന വൈദികർക്ക് നാളെ ഇടവകയുടെ യാത്രയയപ്പ്. പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിൽ നിന്നും സ്ഥലം മാറി പോകുന്ന വൈദികർക്ക് നാളെ ഇടവക സ്നേഹോഷ്മളമായ യാത്രയയപ്പ് നൽകുന്നു. രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് സമ്മേളനം. സമ്മേളനത്തിൽ ഇടവകയുടെ ഉപഹാരം ട്രസ്റ്റി സുമേഷ് പി വിൽസനും സെക്രട്ടറി ബിനോയ് പി സിയും ചേർന്ന് വൈദികർക്ക് നൽകും. ഓർത്തഡോക്സ് സഭയുടെ 3 വർഷം തോറും നടത്തുന്ന സ്ഥലം മാറ്റത്തിന്റെ ഭാഗമായാണ് 2 വൈദികരും ഈ ഇടവകയിൽ നിന്ന് മാറിപ്പോകുന്നത്. വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന ഫാദർ സൈമൺ വാഴപ്പള്ളിയും സഹവികാരി ഫാദർ സജി മാത്യു കുളങ്ങാട്ടിലുമാണ് ദീർഘമായ സേവനത്തിന് ശേഷം ഇടവക മാറിപ്പോകുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി കുന്നംകുളം നഗരസഭയിൽ പ്രത്യേക യോഗം. പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുവാനും 27, 28, 29 തീയതികളിൽ വാർഡുകൾ തോറും ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിക്കാനും കുന്നംകുളം നഗരസഭയിൽ പ്രത്യേക യോഗം ചേർന്നു. ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ, ആശാ പ്രവർത്തകർ, അംഗനവാടി, സ്കൂൾ പ്രധാനാധ്യാപകർ, ഹോട്ടൽ ഉടമകൾ, വില്ലേജ് ഓഫീസർമാർ എന്നിവരുൾപ്പെടെയുള്ള വിപുലമായ യോഗമാണ് ചേർന്നത്. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു. ഓരോ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും കീഴിൽ വരുന്ന വാർഡുകൾ കേന്ദ്രീകരിച്ച് വാർഡ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ 3 ദിവസം തുടർച്ചയായി ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. ഈ ശുചീകരണ പ്രവർത്തനങ്ങളിൽ വാർഡുകളിലെ മുഴുവൻ സന്നദ്ധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും സഹകരണം ഉറപ്പാക്കും. പ്രശ്നബാധിത സ്ഥലങ്ങളിൽ ഫോഗിംഗ് ശക്തമാക്കും. താലൂക്ക് ആശുപത്രി, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചിലവിൽ താൽക്കാലികമായി ഡോക്ടർമാരെയും നഴ്സുമാരെയും നിയമിക്കും. ഇതിനാവശ്യമായ നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർവഹിക്കും. വാർഡ് തല ശുചീകരണത്തിൽ വീടുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവയോടകം ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. നഗരസഭയിൽ ചേർന്ന യോഗത്തിൽ ഹെൽത്ത് സൂപ്പർവൈസർ ബാലസുബ്രഹ്മണ്യൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ഷാജി ആലിക്കൽ, കെ മുരളി, സുമാ ഗംഗാധരൻ, ഗീത ശശി, മിഷ സബാസ് തുടങ്ങിയവർ പങ്കെടുത്തു. വിപണി അടയ്ക്ക പുതിയത് 4200 രൂപ മുതൽ 4461 രൂപ വരെ. രണ്ടാം തരം 2900 രൂപ മുതൽ 3000 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടോൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഓക്സിജൻ സിലിണ്ടറിലെ പ്രഷർ മീറ്റർ പൊട്ടിത്തെറിച്ച് നഴ്സിന് പരിക്കേറ്റു. PMY പദ്ധതി പ്രകാരം കുന്നംകുളം നഗരസഭയിൽ ഈ വർഷം 258 വീടുകൾ നിർമ്മിക്കും. മഴക്കാല രോഗങ്ങളെ തുരത്താൻ ഒരുങ്ങി കാട്ടകമ്പൽ പഞ്ചായത്ത്. പെരുമ്പിലാവിൽ റോഡരികിൽ മാംസാവശിഷ്ടം തള്ളിയ നിലയിൽ. കുന്നംകുളം നഗരസഭയുടെ നവീകരിച്ച സെക്ഷൻ ഓഫീസ് തുറന്നു. കുന്നംകുളം പട്ടാമ്പി റോഡിൽ ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈനിൽ എടുത്ത കുഴിയിൽ സ്വകാര്യ ബസ് താഴ്ന്നു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നിന്നും സ്ഥലം മാറി പോകുന്ന വൈദികർക്ക് നാളെ ഇടവകയുടെ യാത്രയയപ്പ്. ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി കുന്നംകുളം നഗരസഭയിൽ പ്രത്യേക യോഗം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.